അമ്പലങ്ങളിൽ എന്ത് VIP? ഇന്നിപ്പോ ഗുരുവായൂരിൽ ഒരു ദൃശ്യം വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശന് ഗുരുവായൂരിൽ VIP ദർശനം. അദ്ദേഹം തൊഴാൻ പോട്ടെ എന്ന രീതിയിൽ VIP-കൾക്കുള്ള വഴിയിൽ പോവുകയാണ്. ആ സന്ദർഭത്തിൽ തന്നെ തൊട്ടപ്പുറത്തുള്ള ദൃശ്യം നോക്കിയേ, നൂറുകണക്കിന് മനുഷ്യർ അതിരാവിലെ മുതൽ കാത്തു കിടക്കുകയാണ്. ആ മനുഷ്യർക്ക് കിട്ടാത്ത പ്രിവിലേജ് ഈ ക്ഷേത്രങ്ങൾക്കകത്ത് പ്രത്യേകിച്ച് നൽകേണ്ടതുണ്ടോ? ഇത് ആരാധനാലയങ്ങളെയും ഹിന്ദു വിശ്വാസങ്ങളെയും മാനിക്കുന്ന സർക്കാരാണ്, മാനിക്കുന്ന ആൾക്കാരാണ്. അവർ ആ നിൽക്കുന്ന മനുഷ്യരെ പരിഗണിക്കണ്ടേ? സതീശന്റെ ഈ വരവ് കാരണം എത്ര മണിക്കൂർ ആ മനുഷ്യരവിടെ നിന്നിട്ടുണ്ടാകും? തൊഴാൻ പോണ കാര്യത്തെക്കുറിച്ച് പറയുന്നതും ആ പറയുന്ന സന്ദർഭത്തിൽ അപ്പുറത്തെ ആ നീണ്ട ക്യൂവും കാത്തുനിൽപ്പും നിങ്ങൾ നോക്കണേ. സതീശന് വേണ്ടി വോട്ട് ചെയ്തവരാണ്. അവർ പെരുവഴിയിലും സതീശൻ VIP ആയി ദർശനത്തിന് പോകുന്നു. ഇതൊന്നും ഈ നാട്ടിൽ ഒരു മാധ്യമങ്ങൾക്ക് ചോദിക്കേണ്ടത്. ഒരു ജനകീയ മുഖ്യമന്ത്രി എന്താണ് കാണിക്കേണ്ടത്? ജനങ്ങൾക്കിടയിൽ പോയി ക്യൂ നിന്ന് അന്തസ്സായിട്ട് കയറി തൊഴണം. അതല്ലേ അതിന്റെ ഒരു അന്തസ്, മാന്യത? പക്ഷെ ഇവിടെ ക്ഷേത്രങ്ങളിൽ പോലും VIP സംസ്കാരം. ദൈവത്തിന്റെ മുന്നിൽ മുഖ്യമന്ത്രി എന്നോ പൊതുജനമെന്നോ ഒന്നും ഇല്ലല്ലോ. ഓൾ ആർ ഈക്വൽ, അല്ലെങ്കിൽ എല്ലാവരും സമന്മാരാണെന്നാണ് നിങ്ങൾ പറയാറുള്ളത്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഇത്തരം ഒരു സംസ്കാരം? അതായത് രാജാക്കന്മാർ, VIP-കൾ എന്നുള്ള നിലയ്ക്കൊക്കെ കയറി വരുമ്പോൾ പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കണ്ടേ? ജനാധിപത്യപരമായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വരെ ക്യൂ നിന്ന് വോട്ട് ചെയ്യേണ്ട സംസ്കാരം വന്നതിന് ശേഷവും ക്ഷേത്രങ്ങൾക്കകത്ത് ഇപ്പോൾ ആദ്യം വന്നവന് ആദ്യം ദർശനം കിട്ടാതെ ഇതുപോലെ കൃത്യസമയത്ത് വരിക, VIP പവർ വെച്ചിട്ട് അകത്ത് കയറി ദർശനം നടത്തുന്ന ഇമാതിരി പരിപാടിയൊക്കെ അവസാനിപ്പിക്കണ്ടേ? പൊതുജനം ചിന്തിക്കേണ്ടതാണ്. ആ ക്ഷേത്ര ക്യൂവിൽ എത്തിയവർക്ക് ഞായറാഴ്ച കൂടി ആയതിനാൽ ദർശനം നടത്താൻ ഇതുവരെ പറ്റാത്ത സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തി ചെയ്യുന്ന ഈ പ്രവൃത്തി അത് ചർച്ച ചെയ്യപ്പെടണ്ടേ? അവസാനിപ്പിക്കപ്പെടണമോ വേണ്ടയോ? പൊതുജനവും ഭക്തരും മറുപടി പറയേണ്ട കാര്യമാണ്.